എന്തൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഒരാൾ ഒരു ട്രോൾ ചാനൽ എവിടെയോ തുടങ്ങി, അതും പിടിച്ചോണ്ട് കുറെ പേര് അതിന്റെ പുറകെ പോയി. വേറൊരാൾ ഒരു സ്പൂഫ് ചാനൽ തുടങ്ങി, കുറെ പേര് അതും പിടിച്ചോണ്ട് അതിന്റെ പുറകെ വന്നു. ഏതോ ഒരു റിയാക്ഷൻ ചാനൽ തുടങ്ങി, അതിന്റെ ഭാഗം പിടിച്ചോണ്ട് ഈ വന്നു. ഇതൊരു മാതിരി ഞാൻ എന്റെ സ്വന്തം അണ്ണാക്കിൽ പടക്കം വെച്ചിട്ട് തിരി കൊളുത്തിയ മാതിരി ആയല്ലേ മിത്രങ്ങളെ. അപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റീസെന്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്ട്രീമേഴ്സ് വാർ. ഒരുത്തൻ ഒരു സൈഡിൽ നിന്നും തുടങ്ങി അതിന്റെ വാലും പിടിച്ച് വേറെ കുറെ എണ്ണോ. സോ ഇപ്പൊ റീസെന്റ് ആയി നടന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തൊപ്പിയുടെ ഗ്യാങ്ങും, മറ്റൊന്ന് പോത്ത് ഷാജഹാന്റെ ഗ്യാങ്ങും. ഒരു കാര്യം ഓർക്കുക, ഷാജഹാൻ അല്ല, ഷാജഹാൻ. എന്താണ് ഈ ലൈവ് സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈവില് വരിക, കൊണയടിക്കുക, പോവുക, അത്ര തന്നെ. കൊണയടി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ കുറച്ചാൽ മുമ്പേ തൊപ്പിയും ഷാജാനും തമ്മിൽ അടിയായി. അടിവിന്റെ വെല്ലുവിളിയിലെത്തി. ഒടുവിൽ ഷാജാൻ ചെന്ന് തൊപ്പിയുടെ വീടിന്റെ മുമ്പിൽ നിന്നപ്പോ തൊപ്പി അടിച്ച് വീട്ടിന്റെ അകത്ത് കയറി ഒളിച്ച്. ഉള്ള കാര്യം പറയാലോ, ഷാജാന്റെ ചാർട്ട് ഇതോടൊന്ന് പോപ്പായെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയും പോത്തും മാത്രം കച്ചവടം ചെയ്തിരുന്ന ആശാൻ പിന്നെ പതിയെ സ്ട്രീമിംഗിലേക്ക് അങ്ങ് കയറി. കൂടെ കുറെ ഇതെന്തോന്നാ പോപ്പിൻസിന്റെ പാക്കറ്റ് പൊട്ടിച്ച് പുറകിൽ നിരത്തി വെച്ചേക്കണം. ചുമല, പച്ച, നീല എല്ലാ കളറും ഉണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്കായിരുന്നു മണവാളനും വേറെ കുറെ അമ്മമാരും കൂടെ കയറി അടുത്ത സ്ട്രീമിംഗ് ആയിട്ട് വന്നത്. ഇതിനിടയ്ക്ക് എവിടുന്ന് വന്നു? വന്നാ പോരല്ലോ, വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ? അതുകൊണ്ട് ആദ്യത്തെ ബീഡി കത്തിക്കൽ ചടങ്ങിന് തീപ്പെട്ടിക്കൊള്ളി വരയ്ക്കാൻ ചെന്ന് കയറി കൊടുത്തത് ഈഗിളിന്റെ ആസനത്തിലോട്ട്. പിന്നെ നടന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. കൂടെ നിന്ന് കൊണച്ചോന്മാരെ നൈസായിട്ട് അങ്ങ് പരിന്തറാഞ്ചി. ായിരുന്നു അടുത്ത ടെസ്റ്റ്. ഇതിന്റെ എല്ലാത്തിന്റെ മൂലബന്ധു വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സ്വന്തം സ്മെൽവാളനായിരുന്നു അത്രേ. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെയാണ് വാണം. പോത്തണ്ണന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം MRZ ഗ്യാങ്ങിന് മുകളിൽ വരിക എന്നതാണ്. അതിനുവേണ്ടി ഷാജാൻ ഉണ്ടാക്കിയ ബോംബായിരുന്നു ഇത്. പക്ഷെ എന്ത് ചെയ്യാ, ബോംബിന്റെ തിരിയിൽ തീ കൊളുത്തിയിട്ട് എറിയാൻ മറന്നത് കാരണം അത് ഷാജാന്റെ കാലിനിട ഇരുന്ന് തന്നെ അങ്ങ് പൊട്ടി. ഇതൊരു പക്ഷേ കേരളത്തിൽ തന്നെ വലിയൊരു പ്രശ്നമായി മാറേണ്ട ഒന്നായിരുന്നു. പക്ഷെ ആരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടോ അങ്ങോട്ടൊന്നും പോയില്ല. അത് കഴിഞ്ഞപ്പോഴായിരുന്നു മണവാളന്റെ അടുത്ത ഐറ്റം. ഫൈറ്റ് എന്നും പറഞ്ഞ് ഏതാ തട്ടുകടെ കട്ടൻ അടിച്ചോണ്ടിരുന്നവനെ വൈകുന്നേരം പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരാന്നും പറഞ്ഞ് റിങ്ങിനകത്ത് എടുത്തിട്ട് പണി. ചോറ് തിന്നുന്ന ഏതവനും അറിയാതെ MMA അല്ലൊരു മൈരും അല്ലെന്ന് എന്ന കമന്റുകളൊക്കെയാണ് വന്ന് നിറയണത്. സോ ഈ വീഡിയോ കൊണ്ട് ഒരുപാട് റിയൽ MMA ഫൈറ്റേഴ്സ് മണവാളിനെ ചലഞ്ച് ചെയ്തിരുന്നു. എന്തായാലും ഇറങ്ങിയതല്ലേ, കുളിച്ചു കയറാന്ന് വെച്ച് ആശാൻ ചലഞ്ചൊക്കെ അക്സെപ്റ്റും ചെയ്തു. കുറച്ച് മാനദണ്ഡം അല്ലാണ്ട് ഈ പാടത്തും പറമ്പിലും തല്ലൂടാൻ ഞാൻ റെഡിയല്ല. പാടത്തും പറമ്പിലും തല്ലൂടാൻ ഞാൻ റെഡിയല്ല. അപ്പൊ ഇതെന്താ? ഇത് കഴിഞ്ഞപ്പോഴായിരുന്നു പോത്ത് ഷാജാൻ സോറിയും പറഞ്ഞുകൊണ്ട് വന്നത്. ഇതൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ്. അതെ, കണ്ടന്റിന് വേണ്ടി നാട്ടുകാരെ ഊമ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് ഈ ഒരു സംഭവം ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നിന്റെ തിരുമോന്ത കണ്ടാൽ തന്നെ അറിയാം. ഉമ്മല്ല പണ്ടത്തെ കാരണവര് പറയുന്നത് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്നും. നിങ്ങൾ ഇതിലൊരു കോമൺ ഫാക്ടർ ശ്രദ്ധിച്ചായിരുന്നു? പോത്ത് സ്ട്രീമിംഗ് തുടങ്ങി, പുറകെ മണവാളനും തുടങ്ങി. പോത്തൊരു സീൻ ഉണ്ടാക്കി, തൊട്ട് പിറകെ മണവാളനും ഉണ്ടാക്കി. പോത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി, തൊട്ട് പിറകെ അടുത്തവനും ഉണ്ടാക്കി. ഇപ്പൊ താണ്ട ഒരുത്ത സോറി പറഞ്ഞ് തൂറി മെഴുകാൻ നടക്കുന്നു. ഇവിടെ വേറൊരുത്ത ഇടികൊണ്ട് തൂറാൻ വേണ്ടി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒന്നിനു മുമ്പേ നമ്മുടെ ലാലണ്ണന് ഡാൻസ് കളിക്കണമെന്നൊരു ആഗ്രഹം പറയുന്നത്. എന്തായാലും നമുക്ക് അതുകൂടെ കണ്ടിട്ട് പോവാം. അപ്പൊ ശരി.